ഹലോ ചേച്ചി, സിനിമയിലേക്ക് വന്നത് എങ്ങനെയാണ്? അതായത് അച്ഛൻ വന്ന് ഒരു ഫ്രണ്ടായിട്ട് നേരത്തെ മറ്റേ ബാലാജി അങ്കിളിനെ വെച്ച് കഴിഞ്ഞാൽ ബാലാജി അങ്കിളിന്റെ മറ്റേ മോഹൻലാലിന്റെ ഫാദറിനാണ്. അപ്പോ പുള്ളീനെ വെച്ചിട്ടാണ് നമ്മൾ സിനിമയിലേക്ക് എത്തി. ചെറുപ്പത്തില് ഞാൻ ഒരു സിനിമ അഭിനയിച്ചായിരുന്നു. നല്ലതൊരു കുടുംബം പോലെ തമിഴ് മൂവിയായിരുന്നു. അപ്പോ എന്റെ അച്ഛൻ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സുഹൃത്താണ് ബാലാജിന്റെ സണ്ണിലാണ് മോഹൻലാൽ സർ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മലയാളത്തിൽ കയറി. അപ്പം ആ സമയത്ത് ലാംഗ്വേജ് മലയാളം അറിയാമോ? എനിക്ക് ഒട്ടും അറിയില്ല. എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് അതിന്റെ? ഇല്ല, അത് സ്കൂളിന്റെ ഒരു ഫീലിംഗ് ആയിരുന്നു. കാരണം എന്റെ അച്ഛന് അഭിനയിക്കാൻ ഇഷ്ടമല്ല, എനിക്ക് ഇഷ്ടമുണ്ട്. അപ്പോ അവര് പറയുന്നതൊക്കെ ചെയ്യാനാന്ന് വെച്ചാൽ ഞാൻ പട്ടുപട്ടും ചെയ്തു. കാരണം ഞങ്ങൾ ബൈബിളിക്കൽ ഫാമിലിയാണ്, ക്രിസ്ത്യാനികളാണ്. അപ്പോ സിനിമ തെറ്റെന്നുള്ളത് കൊണ്ട് ക്രിസ്ത്യാനിറ്റി ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അച്ഛൻ വേണ്ടേനാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഫസ്റ്റ് മൂവി കഴിഞ്ഞപ്പോ സെക്കൻഡ് മൂവിയുടെ ഒരു ചാൻസ് എങ്ങനെയാ വന്നത്? സെക്കൻഡ് മൂവി എനിക്ക് ചാൻസ് വന്നത് അമരം ഫിലിമിലാണ് വന്നത്. അപ്പോ മമ്മൂട്ടിയുടെ മോളായിട്ട് മാധു ചെയ്തില്ലേ, ആ കഥാപാത്രം വന്നു. ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. കാരണം അത് നായികയല്ലല്ലോ, അത് വെച്ചാ ഹീറോ പാരലല്ലേ. മോഹൻലാലിന്റെ പാരറ്റ് ചെയ്ത് മമ്മൂടിയായിട്ട് പാരറ്റ് ചെയ്യണം. അതായിരുന്നു നമ്മളുടെ ഒരു തമിഴ് കസ്റ്റം. അതുകൊണ്ടാണ് വേണ്ടേന്ന് വെച്ചു. മാത്രം ഞാൻ ഫാറായി. അപ്പോ ഭരതൻ സാർ പറഞ്ഞു, നീ കറുപ്പാവണം, നീ ഭയങ്കര കറുത്തിട്ട് വേണം കാറ്റഗറി ചെയ്യാന്ന്. അപ്പൊ എനിക്ക് ഇഷ്ടമല്ല. പിന്നെ അതിനുശേഷം നെക്സ്റ്റ് ഫിലിം എനിക്ക് കൊടുത്തു ഭരതൻ സാർ, കേളി. You are watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.